അതുകൊണ്ട് പ്രതിപക്ഷ MLA-മാർക്ക് ഓഫീസുണ്ട്, അവർക്ക് വീടുമുണ്ട്, അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട്. അവിടേക്ക് ഞങ്ങളെ കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാൻ ഇടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തെരുവിലാകെ കലാപം ഒഴിച്ചുവിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം, ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാർക്ക് വീടുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട. അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ DYFI തയ്യാറാവും. അത് ഈ മരണമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഇവർ പാഞ്ഞെത്തുന്നത്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിട്ട് ഈ പ്രതിപക്ഷ സംഘങ്ങൾ മാറുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തെല്ലാം കോപ്രായങ്ങളാണ് കളിച്ചു കൂട്ടുന്നത്. അന്ന് നിലമ്പൂരിൽ കണ്ടല്ലോ, നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഉപരോധിച്ച് കളഞ്ഞത്. ഇന്നലെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. അതാ ഞാൻ പറയുന്നത്, കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ചരിത്രം മറന്നുപോകരുത്. നിങ്ങളുടെ തന്നെ പഴയ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയി പരിശോധിക്കണം. UDF-ന്റെ കാലത്തായിരുന്നു സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന കേരളത്തിലെ ആ കാലത്തെ ഗവർണർ ചികിത്സാ പിഴവ് മൂലം ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് തിരുവനന്തപുരത്ത്. എത്രമാത്രം നാണക്കേടുണ്ടാക്കി കേരളത്തിന്. അന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള P. ശങ്കരൻ, അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമാണ് എന്ന രൂപത്തിലുള്ള പ്രസ്താവന അദ്ദേഹം അന്ന് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്ന് ഇത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെയും പൊതുവിൽ കേരളം കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അധീനതയിലുള്ള നീതി ആയോഗിന് തന്നെ നിരവധി പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതായി കണ്ടത് കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടു എന്നാണ്. കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്? ദേശീയ ശരാശരി നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 70%. എന്നാൽ കേരളത്തിൽ അത് 33%. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവാർന്ന സമീപനത്തിൻ്റെയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്. അപ്പോൾ വ്യാജ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തിത്തീർക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള മരണത്തെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കലാപം ആഹ്വാനം ചെയ്താൽ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസം ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ദുരന്തമുണ്ടായി. 50-ൽ കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ IPL വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് 14-ൽ കൂടുതൽ ആളുകൾ മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ മരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ആദ്യം യൂത്ത് കോൺഗ്രസ് അത്തരം സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ രാജിവെച്ച് പുറത്തു പോകാൻ ആദ്യം ആവശ്യപ്പെടണം. ഇവിടെ മരണത്തെ എത്രമാത്രം അപഹാസ്യമായിട്ടാണ് ഇവർ കാണുന്നത്, എത്രമാത്രം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ് അവിടെ ഒരു മരണമുണ്ടായത്. ദയനീയമായ, ദാരുണമായ, നമുക്കെല്ലാം പ്രയാസമുണ്ടാക്കിയിട്ടുള്ളൊരു മരണമാണ്. ആ മരണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഓടിച്ചെന്ന് KPCCയുടെ ഉയർന്ന നേതൃത്വം തന്നെ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. KPCCയുടെ ഒരു ഉയർന്ന നേതാവ് രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്
രാവിലെ ആകുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത് വളരെ കൃത്യമായ ഒരു പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്താണ് പദ്ധതി? കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 9 വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും UDF-ഉം. അപ്പോൾ എങ്ങനെ ആ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിയും? അതിന് ചില സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു വിമോചന സമരത്തിൻ്റെ മാതൃകയിൽ ഒരു സമരം വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ആശമാരെ രംഗത്തിറക്കി ഒരു ഇടപെടൽ നടത്തിയത്. നിലമ്പൂരിൽ അതാണ് കണ്ടത്. ഇപ്പോൾ കോട്ടയത്തെ സംഭവത്തെ മുൻനിർത്തിയിട്ടും അതാണ് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് കനകോലു ആവിഷ്കരിച്ച 2026 കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഇവിടെ അരങ്ങേറുന്നത് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കനകോലുവിൻ്റെ ഇലക്ഷൻ തന്ത്രമൊന്നും കേരളത്തിൽ ഏസാൻ വേണ്ടി പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കേരളത്തിൽ അതിശക്തമായി DYFI ഉയർത്തും എന്നാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വീണ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാർക്ക് വീടുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട. അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ DYFI തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രതിപക്ഷ MLA-മാർക്ക് ഓഫീസുണ്ട്, അവർക്ക് വീടുമുണ്ട്, അവർക്ക് ഇങ്ങനെയെല്ലാമുള്ള സ്വകാര്യ ഇടങ്ങളുമുണ്ട്. അവിടേക്ക് ഞങ്ങളെക്കൊണ്ട് മാർച്ച് ചെയ്യിപ്പിക്കാൻ ഇടയാക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തെരുവിലാകെ കലാപം ഒഴിച്ചുവിട്ട് അങ്ങ് ഇല്ലാതാക്കി കളയാം, ആരോഗ്യമന്ത്രി അങ്ങ് രാജിവെപ്പിച്ച് കളയാം എന്ന വ്യാമോഹമൊന്നും വേണ്ടതില്ല. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ്. ഇപ്പം രാജ്യത്താകെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ആരോഗ്യ മേഖലയെ നയിക്കുന്ന വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. വീണ ജോർജിനെ സംരക്ഷിക്കാൻ DYFI രംഗത്തിറങ്ങും. വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ, വീണ ജോർജിനെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും DYFI കൂടി ചേർന്ന് പ്രതിരോധിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ ചികിത്സയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ മന്ത്രിമാർക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പ്രതിപക്ഷത്ത് ആരാ ആരോപിച്ചത്? കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, മുഖ്യമന്ത്രിയുടെ ചികിത്സ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ല. അതാണ് ചോദിച്ചത്. പിന്നെ ഈ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം കൂടി ചില പേരില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി ID വെളിപ്പെടുത്താത്ത കുറേ ആളുകൾ നടത്തുന്ന ജൽപ്പനങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ വിവിധ രാജ്യങ്ങളിൽ ചികിത്സ നേടിയിട്ടുണ്ട്. അത് ഇന്നും നേടിയിട്ടുണ്ട്, ഇന്നലെയും നേടിയിട്ടുണ്ട്, ഇനി നാളെയും നമുക്കെല്ലാം ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ലോകത്ത് എവിടെയാണോ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നത് അവിടെ ചികിത്സയ്ക്ക് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ അത് ജനകീയമായിട്ടുള്ള ഒരു വലിയ വളർച്ച നേടിയിട്ടുള്ള ആരോഗ്യ മേഖലയാണ്. അതിലിപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒട്ടേറെ പുതിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്ത് വേറെ ഏത് മെഡിക്കൽ കോളേജാണ് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്? ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്താൻ കഴിവുള്ള ഒട്ടേറെ ആളുകൾക്ക് ആശ്രയിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട്. അങ്ങനെ ആ കേരളത്തിൽ ആരോഗ്യ സംവിധാനത്തെ മോശപ്പെടുത്തുന്നത്, അതിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഈ സ്വകാര്യ കോർപ്പറേറ്റ് മൂലധനങ്ങൾ, ശക്തികൾ കേരളത്തിലേക്ക് ലക്ഷ്യമിട്ട് വരുന്നുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രൂപത്തിലുള്ള മുഖ്യമന്ത്രിക്കെല്ലാം എതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ. അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട പാർട്ടി നേതാക്കന്മാരുമെല്ലാം എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയുള്ള ചികിത്സയെല്ലാം നേടിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ, അതായത് ആംബുലൻസ് പോലും കടന്നു വരാൻ കഴിയാത്ത സ്ഥലത്തിലേക്ക് കാഷ്വാലിറ്റി അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം BJP ഏറെക്കുറെ കോൺഗ്രസും സമാനമായ സമരങ്ങൾ നടത്തുകയാണ്. ഇത് ജനങ്ങളെ, പ്രത്യേകിച്ച് രോഗികളെ ബാധിക്കുന്ന വിഷയമാണ്. ഇത്തരം സമരങ്ങളോട് എന്ത് സമീപനമാണ് DYFIക്കുള്ളത്? അത് ഈ മരണമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഈ കഴുകൻ കണ്ണുകളുമായിട്ടാണ് ഇവർ പാഞ്ഞെത്തുന്നത്. ഇപ്പോൾ കോട്ടയത്ത് തന്നെ മരണമുണ്ടായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിട്ട് ഈ പ്രതിപക്ഷ സംഘങ്ങൾ മാറുന്നു എന്നാണ് പിന്നീടുള്ള അവരുടെ കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.
എന്തെല്ലാം കോപ്രായങ്ങളാണ് കളിച്ചു കൂട്ടുന്നത്. അന്ന് നിലമ്പൂരിൽ കണ്ടല്ലോ, നമ്മുടെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ഉപരോധിച്ച് കളഞ്ഞത്. ഇന്നലെ ആംബുലൻസ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. അതാ ഞാൻ പറയുന്നത്, കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇവർ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തി ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ പ്രതിരോധിക്കും. അതിന് DYFI ചെറുപ്പക്കാരെ ആകെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രതിരോധം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു ശരിയായ സമരമായി കാണാൻ വേണ്ടി കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ എന്തെല്ലാം അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ലോകത്തെ ആദ്യത്തെ അപകടമാണോ? സംഭവിക്കാൻ പാടില്ലാത്തതാണ്. നമുക്കെല്ലാം അതിനകത്ത് പ്രയാസമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അതെല്ലാം ശരിയാണ്. പക്ഷെ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് ഈ രൂപത്തിലുള്ള കലാപം നടത്തിക്കഴിഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ആ കാര്യത്തിൽ ശക്തമായ പ്രതികരണം നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് വെറുമൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമായിട്ട് പറ്റുന്നില്ല. കാരണം തങ്ങളുടെ ആളുകൾ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ലേ സമരം ഉണ്ടാവുക? ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം നമുക്ക് അങ്ങനെ അംഗീകരിക്കണം എന്ന് പറയുന്ന പ്രസ്താവനയല്ല നടത്തിയത്. അതല്ലെങ്കിൽ അതൊരു സാധാരണ കാര്യമാണെന്ന് പറയുന്ന പ്രസ്താവനയല്ല നടത്തിയത്. ഈ സംഭവത്തെ മുൻനിർത്തി ഇതിനേക്കാൾ ഭീകരമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു മരണത്തെ മുൻനിർത്തിയിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണം ആർക്ക് വേണ്ടിയാ? ആരെ സഹായിക്കാൻ വേണ്ടിയാ? കേരളത്തിൽ UDFന്റെ കാലത്ത് 665 കോടി രൂപയാണ് ബജറ്റിൽ ആരോഗ്യ മേഖലയിൽ വകയിരുത്തിയത്. ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിൽ 2500 കോടിയിൽ കൂടുതൽ തുക വകയിരുത്തി. ചരിത്രം മറന്നുപോകരുത്. നിങ്ങളുടെ തന്നെ പഴയ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയി പരിശോധിക്കണം. UDFന്റെ കാലത്തായിരുന്നു സിക്കന്ദർ ഭക്ത് എന്ന് പറയുന്ന കേരളത്തിലെ ആ കാലത്തെ ഗവർണർ ചികിത്സാ പിഴവ് മൂലം ഈ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് തിരുവനന്തപുരത്ത്. എത്രമാത്രം നാണക്കേടുണ്ടാക്കി കേരളത്തിന്. അന്നത്തെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള P. ശങ്കരൻ, അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനയുണ്ട്. അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയമാണ് എന്ന രൂപത്തിലുള്ള പ്രസ്താവന അദ്ദേഹം അന്ന് നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം ഓർമ്മകൾ പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം മെച്ചപ്പെട്ട നിലയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യം മാറി. ഇത് തന്നെ നിങ്ങൾ നോക്ക്, ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതിന് പകരം പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് ശസ്ത്രക്രിയ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റുന്ന സന്ദർഭമായിരുന്നു. അപ്പോൾ ആ കെട്ടിടം ഉപയോഗശൂന്യമായ നിലയിൽ മാറിയിരുന്നു. അവിടെ ആരും പോകുന്നില്ല എന്നാണ് ധരിച്ചിരുന്നത്. എന്നാലും അവിടെ ചില ആളുകൾ ആ കെട്ടിടം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താനിടയായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടേക്ക് ആളുകൾക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കാതിരുന്നത്? സ്വാഭാവികമായിട്ടും അതെല്ലാം ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരേണ്ട കാര്യമാണ്. പിന്നെ ഇന്നലെ ഇവിടെ എന്താ ഉണ്ടാക്കിയ പ്രചരണം? എന്താ ഇന്നലെ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ എന്തോ ഈ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നല്ലേ കുറേ മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്. ഏത് മന്ത്രിയാണ് അവിടെ രക്ഷാപ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞത്? അവിടെ ആദ്യ സന്ദർഭത്തിൽ ഓടിയെത്തിയപ്പോൾ അവിടുന്ന് കിട്ടിയ ചില സന്ദേശങ്ങൾ, അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, ആരും അതിന് മറ്റു വലിയ അപകടമില്ല എന്ന് തോന്നുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞൊരു ബൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മന്ത്രിമാർ അവിടെ എത്തി JCB 2 മണിക്കൂർ വൈകിച്ചു, അതിന് രക്ഷാപ്രവർത്തനം വേണ്ടതില്ല എന്ന രൂപത്തിലുള്ള പ്രചരണം നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പം അതിനെല്ലാം കൃത്യമായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അവിടെ ഇപ്പം JCBയുടെ ഉടമയും ഡ്രൈവറും എല്ലാം ഇപ്പം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. JCB അവിടെ എത്തിയിട്ടും അവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത നിലയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് ഇടുങ്ങിയ വഴിയായിരുന്നു, JCBക്ക് പോകാൻ കഴിയാത്ത വഴിയായിരുന്നു. അപ്പോൾ ചില കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ പൊളിച്ചിട്ട് വേണം അങ്ങോട്ട് നീങ്ങാൻ. അപ്പം അങ്ങനെയൊക്കെ ആണ് JCB അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മരണത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ ഈ ഭരണത്തെയും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെയും എല്ലാം ദുർബലപ്പെടുത്തി കളയാം എന്ന ഒരു ആശയവുമായിട്ട് വന്നാൽ അത് അത്ര പെട്ടെന്ന് കേരളത്തിൽ ചിലവാൻ വേണ്ടി പോകുന്നില്ല. 1957 ചിലപ്പോൾ വിമോചന സമരം അവർക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ 57 അല്ല, 2025 എന്നത് നല്ലതുപോലെ പ്രതിപക്ഷം ഓർമ്മിച്ചാൽ നല്ലതാണ്. ശക്തമായി യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും.